വിഷമം അവർ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ അമ്മയുടെ ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. കൊച്ചിനെ കற்பഴിച്ച് കൊന്ന് കെട്ടി തൂക്കിയത് ആൾമാർക്കതിന്റെ സച്ച എടുത്തോണ്ടാണ് അവനെ കെട്ടി തൂക്കിയത്. അറിയാവോ, ഞാൻ ചോറും കഞ്ഞി കൊടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് പോയത് അറിയാവോ. 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ എന്ത് കിട്ടിയതാ അറിയാവോ. ഇന്നോർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ. ഇപ്പൊ നീതിയാക്കിട്ടേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെയ്തെന്നാ കേൾക്കുന്നത്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ചോറ് കൊടുത്തി കൊച്ചു ജീവി കണ്ട കൊച്ചിനെ അവൻ പോയി പിടിച്ച് പീഡിപ്പിച്ച് അവൻ പൂജാമുറിയിലിട്ടാണ് കൊച്ചിനെ കற்பഴിച്ച് കൊന്ന് കെട്ടി തൂക്കിയത്. ആൾമാർക്കതിന്റെ സച്ച എടുത്തോണ്ടാണ് അവനെ കെട്ടി തൂക്കിയത്. അറിയാവോ, ഞാൻ ചോറും കഞ്ഞി കൊടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് പോയത് അറിയാവോ. 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ എന്ത് കിട്ടിയതാ അറിയാവോ. ഇന്നോർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുവോ. ഇപ്പൊ നീതിയാക്കിട്ടേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതല്ലേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ ചെയ്തെന്നാ കേൾക്കുന്നത്. സ്റ്റാലിൻ തുടരുന്നുണ്ട്. സ്റ്റാലിൻ, ഈ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് 14 വർഷം കുഞ്ഞുങ്ങളില്ലാതെ കിട്ടിയ ഒരു കുഞ്ഞാണ്. ഈ പ്രതി കൃത്യമായി റീഇൻവെസ്റ്റിഗേഷനാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. ശാസ്ത്രീയമായ തെളിവുകളടക്കം ഹാജരാക്കാൻ സാധിച്ചില്ല എന്ന് പ്രതിഭാഗം പറയുന്നു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എവിടെയാണ് വീഴ്ച പറ്റിയത് അത് വിശദീകരിക്കേണ്ടി വരും പോലീസും പ്രോസിക്യൂഷനും. തീർച്ചയായും രഞ്ജിത്ത്, ഏതായാലും പ്രതിഭാഗം വളരെ വിദഗ്ധമായി ആ പ്രതിയെ പോലീസ് പ്രതി എന്നാരോപിച്ച അർജുനെ ഇപ്പോൾ പുറത്ത് എടുത്തിരിക്കുകയാണ്. അതേസമയത്ത് മറ്റാരോ പ്രതി ഉണ്ട് എന്നുള്ള രീതിയിൽ, ഇയാൾ പ്രതിയല്ല എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ പ്രതിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ പോലീസിനും അല്ലെങ്കിൽ പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയോ എന്നുള്ള ഒരു പുനഃപരിശോധന ഇനിയും വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും വളരെ കൃത്യമായും ഈ കുട്ടിക്ക് ഈ പ്രതിക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നതെന്നും അത്തരത്തില് ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കുറ്റക്കാരൻ എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ഇത് കോടതിയിലെ കുറ്റപത്രം സമർപ്പിച്ചതുവരെ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ കേസ് ഇങ്ങനെ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം ഇപ്പോൾ ഒരു വെട്ടിലായ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതേസമയം മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രതിഭാഗം പോകും എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ച് ഇയാൾ പ്രതിയല്ല എന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക്